ഹായ്, ഞാനൊരു ചൊരക്കയും ഉണക്ക ചെമ്മീൻ്റെ ഒരു കറി ഉണ്ടാക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതിനാവശ്യമില്ല, ഞാനൊരു പകുതി ചൊരക്ക പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അരപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് തേങ്ങ, ജീരകം, ചെറിയുള്ളി, ഇതെല്ലാം നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം അരച്ച് കിട്ടിയൊരു സ്റ്റേജ് ഇങ്ങനെയാണ്. അതിനുശേഷം ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു. പിന്നെ ഞാൻ ഇഞ്ചി ചെറിയ പീസസ് ആക്കിയിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെമ്മീൻ, ഈ ഉണക്ക ചെമ്മീൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ഇതിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെമ്മീൻ കരിയാണ്ട് നോക്കണം. നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ളൊരു ഉപ്പ്, കറിയിലോട്ട് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം തന്നെ ആണെന്നുണ്ടെങ്കിൽ നന്നായി. ഒരു തിള വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ചൊരയ്ക്ക, അതുപോലെ തന്നെ ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ചൊരക്കയും തക്കാളി ഇതിലോട്ട് ഇടുക. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഇതിലോട്ട് ഒഴിക്കുക. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വേവാനായിട്ട് ഒരു 10 മിനിറ്റ് സമയത്ത് ആവശ്യമുള്ളൂ. ചൊരക്കയ്ക്ക് ഓൾറെഡി വേവ് കുറവാണല്ലോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം അത് വേവാനായിട്ട് നമുക്കൊരു അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. കറിയായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ലാസ്റ്റ് കടുക് പൊടിച്ചൊഴിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ചെറിയുള്ളി എടുത്ത് അത് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാനിലോട്ട് എണ്ണ ഒഴിക്കുക. കടുക്, കടുക്, അതുമാതിരി തന്നെ കറിവേപ്പില, ഈ ചെറിയ ഉള്ളി ചതച്ച് വെച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിലോട്ട് അങ്ങ് ഒഴിക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ ആൾക്കാർ ചൊരക്കയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.